പരാതികൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇത് മാത്രം എന്നുള്ളത് കൊണ്ടല്ലേ. മറ്റു തരത്തിലുള്ള പരാതികളൊക്കെ ആഭ്യന്തരമന്ത്രിയായ സഖാവ് പിണറായി വിജയന്റെ കയ്യിലുണ്ട്. പരാതികൾ മാത്രമല്ല, നല്ല അസൽ തെളിവുകളുമുണ്ട്. അതിനിപ്പോഴും കേൾപ്പുള്ളവർ ആ പാർട്ടിക്ക് അകത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാനുള്ളത്. ഓൺലി ടൈം ക്യാൻ ടെൽ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ മറ്റ് 2 പേർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവര് തമ്മിൽ ഇപ്പോ 2 വഴികളായി പിരിഞ്ഞു എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ 2 ചേരികളിലായി നിന്ന് അവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സകല ഇടപെടലുകൾക്കും ക്ലാരിറ്റി വരും ദിവസങ്ങളിൽ അതിനൊക്കെ ക്ലാരിറ്റി വരും. പരാതികൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇത് മാത്രം എന്നുള്ളത് കൊണ്ടല്ലേ. മറ്റു തരത്തിലുള്ള പരാതികളൊക്കെ ആഭ്യന്തരമന്ത്രിയായ സഖാവ് പിണറായി വിജയന്റെ കയ്യിലുണ്ട്. പരാതികൾ മാത്രമല്ല, നല്ല അസൽ തെളിവുകളുമുണ്ട്. അതിലേക്കൊക്കെ ഈ വിഷയങ്ങളെ ഓരോന്നായി കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുക എന്നുള്ളത് തന്നെയാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ജനാധിപത്യ മര്യാദ. ആ മര്യാദയുടെ ഒരു അധ്യായമാണ് ഇന്നിപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ആശ്വാസപ്പെടുക. എന്ത്, ഒരുത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനോട് കോടതി പറഞ്ഞപ്പോ അറസ്റ്റ് ചെയ്തോളൂ, അറസ്റ്റിന് തടസ്സമില്ല എന്ന് പറഞ്ഞപ്പോ, മുൻകൂർ ജാമ്യം തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ സ്ത്രീകൾ അവര് നെടുവീർപ്പെടുകയാണ്. ദീർഘനിശ്വാസത്തിലൂടെയാണ് അവരതിന്റെ ഒരു സന്തോഷം ജനങ്ങളെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും അറിയിക്കുന്നത്. ആ പാർട്ടിയിലുള്ള സകല സ്ത്രീകൾക്കും കൂടി വേണ്ടിയുള്ള വിധിയാണിത്. കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കകത്തെ സകല സ്ത്രീ പ്രവർത്തകർക്കും വേണ്ടിയുള്ള വിധി കൂടിയാണ്. നിങ്ങൾ ഇനിയും നിങ്ങളിലെ തെറ്റുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, പുഴുക്കുത്തുകളെ കണ്ടെത്തി തിരുത്തിയില്ലെങ്കിൽ, ഒരു പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയേണ്ട രീതിയിലേക്ക് അത് എന്നേക്കുമായി അസ്തമിച്ചു പോകും എന്നുള്ളതിന്റെ സൂചന ഇനിയും നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ അപകടം തന്നെയാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ അതിനെപ്പറ്റി പറയാനുള്ളത്.